ആർമ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഫേസ് 2 ഇംഗ്ലീഷ് സെക്ഷനിലെ ആൻസേഴ്സ് പരിശോധിക്കാം. 71. Choose the correct verb form. Every member of the review committee dash required to sign the attendance sheet. ഇവിടെ എവ്രി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. എവ്രി, ഈച്ച് ഇങ്ങനെയുള്ളതിനെല്ലാം സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രത്യേകത എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യണം. മോസ്റ്റ് കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് ദ ഓറിയന്റേഷൻ സെഷൻ. ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഡിഡ്ന്റ് ദേ. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഇതിനകത്തുള്ള കറക്റ്റ് സെന്റൻസ് ഓപ്ഷൻ സി. ദ ഓഫീസർ അവോയ്ഡഡ് ആൻസറിംഗ് ദ ക്വയറി. ഇതിനകത്ത് ആൻസറിങ് വരുന്ന സെൻറ്റൻസ് ആണ് കറക്റ്റ് ആൻസർ. നമ്മളിവിടെ ജെറണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. പ്ലീസ് ഫോർവേഡ് ദ സിഗ്നൽ അഗ്രിമെൻറ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. നമ്മൾ പ്ലീസോ കൈൻഡ്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡ്, ഗെറ്റ് ഔട്ട് ഇങ്ങനെയൊക്കെയുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നതെല്ലാം ഇമ്പെറേറ്റീവ് സെൻറ്റൻസ് ആണ്. അസേർട്ടീവ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യണം, എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, കറക്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. 75. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾസിലെ റൂൾസ് നമ്മൾ പഠിക്കുക ആദ്യം. കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ എ യൂസ് ചെയ്യണം. അതായത് ഡീറ്റെയിൽഡ്, ഡിയുടെ സൗണ്ട് എന്ന് പറയുന്ന കോൺസണന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. നമുക്ക് ആൻ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ആൻ എന്ന് പറയുന്നത് വവൽ സൗണ്ടിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. 76. ചൂസ് ദ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദിസ് ടെക്സ്റ്റ് ഇസ് യൂഷ്വലി പ്രിസ്ക്രൈബ് ഡാഷ് ദ അണ്ടർഗ്രാജുവേറ്റ് ലെവൽ. ദ കറക്റ്റ് ആൻസർ ഇസ് അറ്റ് ദ അണ്ടർഗ്രാജുവേറ്റ് ലെവൽ. നമ്മളിത് പ്രിപ്പോസിഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ ഏത് വേർബിൻ്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ ചേരും എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, 77. വിച്ച് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഡസ് ദ അഡ്ജക്റ്റീവ് ഗുഡ് ഡിനോട്ട് ഇൻ ദിസ് സെൻറ്റൻസ്. ഇതിൽ ഏത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ, അതായത് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഗുഡ് എന്ന് പറയുന്നത് ഇതിൽ ഏത് ഡിഗ്രിയാണ്? ദിസ് വാച്ച് ഇസ് നോട്ട് ആസ് ഗുഡ് ആസ് ദാറ്റ് വൺ. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ഡിഗ്രി ആണ്. നമ്മുടെ കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ അത് ബെറ്റർ ആണ്. സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എന്നാണ്. നമ്മൾ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഒത്തിരി കാര്യങ്ങൾക്ക് ഇടയിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും മോശം എന്നുള്ള ഒരു സെൻസിൽ വരുന്നതാണ്. ആ സൂപ്പർലേറ്റീവ് ഡിഗ്രി അതാണെങ്കിൽ ദ ബെസ്റ്റ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ പോസിറ്റീവ്. നെക്സ്റ്റ് വൺ, 78. കംപ്ലീറ്റ് ദ സെന്റൻസ് ചൂസിങ് ദ സ്യൂട്ടബിൾ വേർഡ്. No sooner did I get into the bus dash it began to rain. No sooner എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു സ്ട്രക്ചർ ആണ്. അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് than ആണ്. So the answer is D. Fill in the blank with the suitable tense of the verb in brackets. I dashed to a movie yesterday. നമുക്കറിയാം yesterday എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഫോം ആണ്. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന്റെ കൃത്യമായിട്ട് ഒരു ടൈം പറയുമ്പോൾ അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ്. So verb number 2 past form ആണ് യൂസ് ചെയ്യേണ്ടത്. So the right answer is went. Option A, went. 80. Choose the correct option. If it rained, we dash postpone the match. ഇത് പാസ്റ്റ് ഫോം ആണ്, അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസിൽ ഇഫ് ഇറ്റിന്റെ കൂടെ റെയിൻഡ് എന്ന് പറയുന്ന പാസ്റ്റ് ഫോം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട വേർഡ് വുഡ് ആണ്. സോ ദ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, വുഡ്. Next one, 81. Fill in the blank with its correct phrasal verb. The teacher asked the students to dash the assignment before Friday. Correct answer is hand in. Replace the word underlined with its synonym. Synonym എന്ന് പറഞ്ഞാൽ the words having similar meanings. The student was diligent in his studies. Diligent in the same meaning വരുന്ന word ആണ് hard working. So option C is the right answer. Next one, 83. Pick out the correct prefix to get the opposite of the word organize. Organize ന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം എന്ന് പറയുന്നത്
ഡിസ്ഓർഗനൈസ് ആണ്. പിക്ക് ഔട്ട് ദ ആന്റണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ആന്റണിം അറിയാമല്ലോ, ഓപ്പോസിറ്റ് ആണ്. ദ തീവ്സ് റെസ്പോൺസ് വാസ് ഇമ്പൾസീവ് റാദർ ദാൻ തോട്ട്ഫുൾ. ഇമ്പൾസീവിന്റെ കറക്റ്റ് ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഡെലിബറേറ്റ് ആണ്. നെക്സ്റ്റ് വൺ 85. Fill up using the appropriate word from the brackets. A dash of lions was sitting on the rock. ഇവിടെ കളക്റ്റീവ് നൗൺ ആണ്, ഇതിൽ ചേരുന്നത് പ്രൈഡ് ആണ്, പ്രൈഡ് ഓഫ് ലയൺസ്. 86. What is the expansion of UNESCO? First one is the correct answer. United Nations Educational, Scientific and Cultural Organization. Next 87. What is the one word substitute for one who walks in sleep? ഇതിന്റെ വൺ വേർഡ് എന്ന് പറയുന്നത് സോംനാംബുലിസ്റ്റ് ആണ്. വാട്ട് ഡസ് വോക്സ് പോപ്പുലി മീൻ? വോയിസ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ആണ് അതിന്റെ ആൻസർ. വിച്ച് വേർഡ് മീൻസ് ഹാവിംഗ് പ്രാക്ടിക്കൽ നോളജ് ഓർ സ്കിൽ? ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്, കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഇൻജീനിയസ്. വാട്ട് ഡസ് ദ ഇഡിയം ടു ബെൽ ദ ക്യാറ്റ് മീൻ? ഇഡിയം അറിയാമല്ലോ, അത് ഇംഗ്ലീഷിലെ ഒരു എക്സ്പ്രഷൻ ആണ്. ഇതിന്റെ മീനിങ് to undertake a risky task for the common good. Thank you.